നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ചില സാമ്രാജ്യങ്ങൾ എങ്ങനെയാണ് കെട്ടിപ്പടുത്തതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെയൊക്കെ പിന്നിൽ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഒരു രഹസ്യമുണ്ട്. നമ്മളിന്ന് ആ രഹസ്യങ്ങളുടെ ലോകത്തേക്കാണ് ഒരു യാത്ര പോകുന്നത്. ദേ, ഈ ബ്രാൻഡുകളൊന്ന് നോക്കിക്കേ. കൊക്കക്കോളയുടെ ആ രഹസ്യ ഫോർമുല, ഗൂഗിളിന്റെ സെർച്ച് അൽഗോറിതം, പിന്നെ KFCയുടെ 11 കോട്ടുകളുള്ള ആ മസാല. ഇതിനെല്ലാം പൊതുവായിട്ട് എന്താണുള്ളത്? ഒന്നാലോചിച്ചു നോക്കൂ. അപ്പോ എന്താ ഇതിന്റെയൊക്കെ രഹസ്യം? ഒരു പേറ്റന്റാണോ? അതോ കോപ്പിറൈറ്റോ? ഏയ്, അതൊന്നുമല്ല. അതിനേക്കാളൊക്കെ എത്രയോ ശക്തമായ ഒന്നാണ്. അതൊരു രഹസ്യമാണ്. ഇവയുടെയൊക്കെ കോടിക്കണക്കിന് വരുന്ന മൂല്യം വരുന്നത് തന്നെ ഒരിക്കലും പുറത്തു പറയാത്ത ആ ഒരൊറ്റ രഹസ്യത്തിൽ നിന്നാണ്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇത്രയും വിലപിടിപ്പുള്ള ആശയങ്ങൾ എന്തുകൊണ്ട് ഒരു പേറ്റന്റ് എടുത്ത് നിയമപരമായി സംരക്ഷിക്കുന്നില്ല? എന്തിനാണിങ്ങനെ രഹസ്യമാക്കി വെക്കുന്നത്? അതിന്റെ കാരണം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ ട്രേഡ് സീക്രട്ട്, അതായത് വ്യാപാര രഹസ്യം, എന്താണെന്ന് നമ്മൾ അറിയണം. വളരെ ലളിതമായി പറഞ്ഞാൽ ഇതൊരു ബിസിനസ് വിവരമാണ്. ഇത് രഹസ്യമായതുകൊണ്ട് മാത്രം, അതായത് മറ്റാർക്കും അറിയാത്തതുകൊണ്ട് മാത്രം ഒരു കമ്പനിക്ക് മറ്റുള്ളവരേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കാൻ കഴിയുന്നു. ഇവിടെയാണ് ഒരു പേറ്റന്റും ട്രേഡ് സീക്രട്ടും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. ഒരു പേറ്റന്റ് എടുത്താൽ നിങ്ങൾക്ക് 20 വർഷത്തെ നിയമപരമായ സംരക്ഷണം കിട്ടും. പക്ഷേ 20 വർഷം കഴിഞ്ഞാൽ ആർക്കു വേണമെങ്കിലും അത് ഉപയോഗിക്കാം. എന്നാൽ ഒരു വ്യാപാര രഹസ്യമോ? അത് നിങ്ങൾക്ക് എന്നേക്കുമായി സംരക്ഷിക്കാൻ പറ്റും. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ആ രഹസ്യം എങ്ങാനും പുറത്തായാൽ അതോടെ എല്ലാം കഴിഞ്ഞു. അപ്പോ സർക്കാരിന്റെ കയ്യിൽ രജിസ്റ്റർ ചെയ്യാതെ പിന്നെ എങ്ങനെയാ ഇവരൊക്കെ ഈ വിലമതിക്കാനാവാത്ത രഹസ്യങ്ങൾ സംരക്ഷിക്കുന്നത്? അതായത്, സംരക്ഷണം എന്ന് പറയുന്നത് വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ചുമരിൽ തൂക്കുന്ന പരിപാടിയല്ല. അതൊരു ആക്റ്റീവ് ഡിഫൻസ് ആണ്. ഓരോ ദിവസവും ശ്രദ്ധയോടെ കാത്തുസൂക്ഷിക്കേണ്ട ഒരു കോട്ട പോലെയാണത്. ഈ കോട്ടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പല ലെയറുകളുണ്ട്. ആദ്യത്തേത് നിയമത്തിന്റെ ഒരു കവചമാണ്. അതായത്, ജീവനക്കാരെക്കൊണ്ട് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഒപ്പിടുവിക്കുന്നത് പോലെ. രണ്ടാമത്തേത് ഫിസിക്കൽ സെക്യൂരിറ്റി. അതായത്, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും വിവരങ്ങളിലേക്കും ആർക്കൊക്കെ പ്രവേശനമുണ്ട് എന്ന് നിയന്ത്രിക്കുന്നത്. പിന്നെ ഇന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിജിറ്റൽ മതിലുകളാണ്. എൻക്രിപ്ഷൻ, പാസ്വേഡ്, ശക്തമായ സൈബർ സുരക്ഷ, ഇവയെല്ലാം ചേരുമ്പോഴാണ് ആ കോട്ട സുരക്ഷിതമാവുന്നത്. ഈയൊരു ഐഡിയ, അതായത് നിയമം വെച്ച് രഹസ്യം സംരക്ഷിക്കുന്നത്, ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പണ്ട് ചൈനയില് പട്ടുനൂലുണ്ടാക്കുന്ന വിദ്യ ഒരു രാജരഹസ്യമായിരുന്നു. കാലം മാറി. ഇന്ന് ലോകമെമ്പാടും വ്യാപാര രഹസ്യങ്ങളെ സംരക്ഷിക്കാൻ പ്രത്യേക നിയമങ്ങളുണ്ട്. പക്ഷെ എപ്പോഴും ഈ കോട്ട ഭദ്രമായിരിക്കുമോ? ആരെങ്കിലും ഇത് തകർത്ത് അകത്ത് കടന്നാലോ? അങ്ങനെയുള്ള ചില വമ്പൻ മോഷണങ്ങളുടെ കഥകൾ കേൾക്കാം. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കഥ തന്നെ നോക്കാം. സെൽഫ് ഡ്രൈവിംഗ് കാറുകളുടെ ലോകത്ത് നടന്ന ഒരു കോർപ്പറേറ്റ് യുദ്ധം. ഒരു വശത്ത് ഗൂഗിളിന്റെ വേമോ, മറുവശത്ത് യൂബർ. കേസിന്റെ സെന്റർ പോയിന്റ് എന്തായിരുന്നു എന്നറിയാമോ? ഒരു മുൻ ജീവനക്കാരൻ ഏകദേശം 14,000 രഹസ്യ ഫയലുകൾ മോഷ്ടിച്ചു എന്നതായിരുന്നു പ്രധാന ആരോപണം. അയാൾ ഒരു കമ്പനിയിൽ നിന്ന് രാജിവെച്ച് നേരെ പോയത് എതിരാളികളുടെ അടുത്തേക്കായിരുന്നു. അപ്പോ ഈ മോഷണത്തിന് യൂബർ കൊടുത്ത വില എത്രയാണെന്നോ? തലകറങ്ങുന്നൊരു സംഖ്യയാണ്. $245 മില്യൺ. അതായത് നമ്മുടെ നാട്ടിലെ കണക്ക് പറഞ്ഞാല് ഏകദേശം 2000 കോടി രൂപ. അത്രയും വലിയ തുകയ്ക്കാണ് അവസാനം ആ കേസ് ഒത്തുതീർന്നത്. ഇനി അടുത്തൊരു കേസ് നോക്കാം. ഇത്തവണത്തെ വിഷയം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കിടിലൻ മെറ്റീരിയലാണ്. ഇവിടെ പ്രശ്നം കെവ്ലാർ എന്ന് പറയുന്നൊരു മെറ്റീരിയലിനെക്കുറിച്ചായിരുന്നു. എന്താ ഇതിന്റെ പ്രത്യേകത എന്നല്ലേ? സ്റ്റീലിനേക്കാൾ 5 ഇരട്ടി ശക്തി. അതിന്റെ നിർമ്മാണ രഹസ്യം മോഷ്ടിക്കപ്പെട്ടു എന്നതായിരുന്നു പ്രധാന പരാതി. ഈ കേസിൽ കോടതി വിധിച്ച നഷ്ടപരിഹാരം കേട്ടാല് നമ്മൾ ഞെട്ടിപ്പോവും. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുകകളിലൊന്നാണത്. $920 മില്യൺ. ഒന്നാലോചിച്ചു നോക്കൂ. അപ്പോ ഈ കേസുകളൊക്കെ നമ്മളോട് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഒരു രഹസ്യം പുറത്തായാൽ പിന്നെ തീർന്നു. അതിന്റെ നിയമപരമായ സംരക്ഷണം എന്നേക്കുമായി പോയിക്കിട്ടും. ഒരു ജീവനക്കാരൻ അത് പുറത്തുവിടുകയോ എതിരാളികളത് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അബദ്ധത്തിൽ എവിടെയെങ്കിലും പ്രസിദ്ധീകരിക്കുകയോ ചെയ്താൽ അതോടെ ആ രഹസ്യത്തിന്റെ കഥ കഴിഞ്ഞു. അപ്പോ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ചോദ്യത്തിലേക്ക് എത്തുകയാണ്. ഏതൊരു ബിസിനസ്സുകാരനും സ്വയം ചോദിക്കേണ്ട ചോദ്യം: ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം അതിനു മാത്രം വലുതാണോ? അതായത്, ഒരു ട്രേഡ് സീക്രട്ട് തെരഞ്ഞെടുക്കുന്നത് ശരിക്കും ഒരു ഗാംബ്ലിംഗ് പോലെയാണ്. ഒരു വശത്ത് അത് എന്നേക്കും നിലനിൽക്കും,
രജിസ്ട്രേഷൻ ഫീസൊന്നുമില്ല. മറുവശത്ത് ഒരൊറ്റ ലീക്ക് മതി എല്ലാം തകരാൻ. പോരാത്തതിന് ആ രഹസ്യം കാത്തുസൂക്ഷിക്കാൻ ചിലപ്പോൾ കോടികൾ ചെലവാക്കേണ്ടിയും വരും. ശരിക്കും പറഞ്ഞാല് വാളിന്റെ ഇരുതല മൂർച്ച പോലെയാണിത്. അപ്പോ എന്തൊക്കെയൊരു ട്രേഡ് സീക്രട്ട് ആവാം? ഒരു ഫോർമുലയോ സോഫ്റ്റ്വെയർ കോഡോ മാത്രമല്ല കേട്ടോ. നിങ്ങളുടെ കസ്റ്റമർമാരുടെ ലിസ്റ്റ്, മാർക്കറ്റിംഗ് പ്ലാനുകൾ, മരുന്നു പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ, നിങ്ങളുടെ ബിസിനസ്സിന് മറ്റുള്ളവരേക്കാൾ മുൻതൂക്കം നൽകുന്ന എന്തും ഒരു വ്യാപാര രഹസ്യമായി കണക്കാക്കാം. അപ്പോ നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് ഒരു വലിയ ചോദ്യത്തിലാണ്. എവിടെയും വിവരങ്ങൾ കിട്ടുന്ന ഡാറ്റ ലീക്ക് ഒരു സാധാരണ സംഭവമായി ഈ കാലത്ത് ഒരു രഹസ്യം കാത്തുസൂക്ഷിക്കുക എന്നതാണോ ഏറ്റവും വലിയ ബിസിനസ് തന്ത്രം? ഒരു പക്ഷേ അടുത്ത $1 ബില്യൺ ഐഡിയ ഒരു പേറ്റന്റ് ഓഫീസിലല്ല, ഒരു പൂട്ടിയ സേഫിലായിരിക്കാം, അല്ലേ?